വാഹന രജിസ്ട്രേഷനിൽ തിരുമറി നടത്തി മുഖ്യമന്ത്രി ചെയർമാനായ സിഡിറ്റ് എന്ന പൊതുമേഖലാ സ്ഥാപനം. ജീവനക്കാരുടെ സ്വകാര്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന വാഹനമാണ് വിദ്യാഭ്യാസ ആവശ്യത്തിനുള്ള വാഹനമായി രജിസ്റ്റർ ചെയ്ത് നികുതി വെട്ടിപ്പ് നടത്തിയത്. മോട്ടോർ വാഹന വകുപ്പിലടക്കം IT സേവനങ്ങൾ ലഭ്യമാക്കുന്ന സിഡിറ്റിന്റെ തട്ടിപ്പിന് വ്യക്തമായ തെളിവുകൾ ഉണ്ടെങ്കിലും നടപടി സ്വീകരിക്കുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. വിദ്യാർത്ഥികളുടെ യാത്രയ്ക്കുള്ള വാഹനമെന്ന പേരിൽ രജിസ്റ്റർ ചെയ്ത KL 01-2502 മിനി ബസ്സാണ് തിരുവനന്തപുരം തിരുവല്ലത്തെ സിഡിറ്റ് ജീവനക്കാരുടെ സ്വകാര്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത്. രജിസ്ട്രേഷനിലെ കള്ളത്തരത്തിലൂടെ 70% നികുതിയാണ് വെട്ടിച്ചത്. ജീവനക്കാർക്കുള്ള വാഹനമെന്ന നിലയ്ക്ക് വാഹനത്തിന്റെ സമയക്രമം നിശ്ചയിച്ച് സർക്കുലറും സിഡിറ്റ് ഇറക്കിയിട്ടുണ്ട്. സർക്കാർ വാഹനങ്ങൾ ജീവനക്കാർ സ്വകാര്യാവശ്യത്തിനായി ഉപയോഗിക്കരുതെന്ന ഉത്തരവിറക്കി ദുരുപയോഗം തടയാൻ പരിശോധനകളും നടക്കുമ്പോഴാണ് തലസ്ഥാന നഗരിയിൽ ഈ ചട്ടലംഘനം നടക്കുന്നത്. സർവീസ് നടത്തുമ്പോൾ ഇന്ധന ചിലവടക്കം ₹1 പോലും ജീവനക്കാരിൽ നിന്നും ഈടാക്കുന്നതുമില്ല. സിഡിറ്റിന്റെ കീഴിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അവർക്കായല്ല ഈ വാഹനം ഉപയോഗിക്കുന്നത് എന്നതിന് തെളിവാണ് ജീവനക്കാർക്കായി വാഹനം വിവിധ സ്റ്റോപ്പുകളിലെത്തുന്ന സമയക്രമമടക്കം രേഖപ്പെടുത്തിയിറക്കിയ സർക്കുലർ. ഫെബ്രുവരി 5-ന് സിഡിറ്റ് ജീവനക്കാരിയുടെ മകളുടെ വിവാഹത്തിന് സഹജീവനക്കാർ നേമത്തെത്തിയതും ഈ വാഹനത്തിലായിരുന്നു. ഇന്നലെയും തിരുവിഴ ഓഫീസിൽ നിന്നും ജീവനക്കാർ ജോലി കഴിഞ്ഞു മടങ്ങിയതും ഇതേ വാഹനത്തിൽ തന്നെ. മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥയ്ക്കായി മംഗലപുരം വരെ വാഹന സർവീസ് നീട്ടിയതായും ആക്ഷേപമുണ്ട്. മുൻപ് റെയിൽവേ സ്റ്റേഷൻ വരെ മാത്രമായിരുന്നു ഈ വാഹനം സർവീസ് നടത്തിയിരുന്നത്. ഇതേസമയം ഡ്രൈവർമാർക്ക് ഇതിനായി ഓവർ ടൈമും നൽകുന്നുണ്ട്. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി.